അങ്ങനെ എന്തെല്ലാം വസ്തുക്കളാണ് അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ വിഷയം. ഇതെല്ലാം മനുഷ്യന് വേണ്ടി പടച്ചു വെച്ചു. ആ മനുഷ്യന് വേണ്ടി പശുക്കളെയും ആടുകളെയും ഒട്ടകങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും പടച്ചു വെച്ചു. എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യന് ഗുണത്തിനായി വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത റബ്ബ് ആ മനുഷ്യൻ കൊതുകും ഒരുപോലെയാണെന്നോ എലിയും മനുഷ്യനും ഒരുപോലെയാണെന്നോ അഥവാ ചത്താൽ കഴിഞ്ഞു എന്നാണോ? അങ്ങനെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ആ ജീവികൾക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി നൽകിയിട്ടില്ലേ മനുഷ്യൻ? ആ മനുഷ്യൻ ലോകത്തെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോക സട്ടാവിനെ കുറിച്ച് അറിയാൻ കഴിയും. വന്നുറിയില്ല നഫ്സീ കസുമ്മന്തഖിലി ലിൽആലമിൽ ഉൽവി ثم السفلي تجد به صنعا بديع الحكم لكن به قام دليل العدم. ഈ വസ്തുക്കളെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു. അവകളെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലാഹുവിനെ അറിയിക്കുന്നു. അത് മനസ്സിലാക്കി അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ഈ ജീവിതത്തിന് ശേഷം മനുഷ്യന് റബ്ബ് നൽകുന്ന ഒരു ജീവിതമുണ്ട്. ലഹിയൽ ഹയവാൻ, അതാണ് ശരിയായ ജീവിതം. ഇവിടെയുള്ളതല്ല. ഇവിടെയുള്ള ജീവിതം താൽക്കാലികം മാത്രമാണ്. അതാണെങ്കിലോ ടെൻഷൻ നിറഞ്ഞു കിടക്കുന്ന ലോകമാണ്. സുബ്ഹാനല്ലാഹ്, ഗർഭമാകാത്തത് കൊണ്ട് ടെൻഷനായി. പലരെ കൊണ്ടും ദുആ ചെയ്യിപ്പിച്ച് ഗർഭിണിയായപ്പോഴോ ഇനി ആ പ്രസവത്തിന്റെ ടെൻഷനാണ്. അതേ സുഖപ്രസവത്തിന് വേർക്കാൻ പറയാണ്. പ്രസവം കഴിഞ്ഞപ്പോഴോ പിന്നെ ആ കുട്ടിയുടെ ആരോഗ്യത്തിനും വികസനത്തിനും പുരോഗതിക്കും പ്രാർത്ഥിക്കാൻ പറയാണ്. ആ കുട്ടി വളർന്നു വന്നപ്പോഴോ കുട്ടിക്കൊരു നല്ല വിവാഹം നടക്കണം എന്ന ടെൻഷനാണ്. ആ കുട്ടി അല്പം വളർന്നപ്പോഴോ കുട്ടി പലപ്പോഴും പറയുന്നത് പോലെ അനുസരിക്കുന്നില്ല എന്ന ടെൻഷനാണ്. അനുസരിക്കാതെ ആയി പോകുമോ, വളരെ മോശമായി പോകുമോ എന്റെ മകനും മകളും എന്ന ചിന്തയാണ്. ആകയാൽ ഞാനൊരു ചെറിയ സാമ്പിൾ പറഞ്ഞതാണ്. ഈ ഭൂമിയിലെ ജീവിതം മുഴുവനും ടെൻഷൻ നിറഞ്ഞതല്ലേ? ഒരു ടെൻഷനുമില്ലാത്തവനോട് ഞാൻ ചോദിക്കട്ടെ, നാളെ അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ? നാളെ ഈ സമയത്ത് നീയും ഞാനും എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളുടെ മരണത്തിന്റെ ഡേറ്റ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അതാ നാളെ എനിക്ക് വല്ല രോഗവും ഉണ്ടാകുമോ ഇല്ലേ എന്നത് ആലോചിക്കാൻ പറ്റുമോ? ആകയാൽ മനസ്സിന് സമാധാനം എപ്പോഴാണ്, എവിടെയാണ്? ഇല്ല ഇല്ല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് സമാധാനം. എനിക്കൊരു